നിങ്ങൾ മൂന്നുപേരും ആ വണ്ടി പോയിരിക്കെ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോക്കൂ മിസ്റ്റർ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. ദയവായി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കീക്കോ, സൺ സിറ്റിയുടെ രക്ഷകൻ, പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എലാൻ സിംഗാണ് ഞാൻ. എന്റെ കയ്യിലാണ് ഇന്ന് സൺ സിറ്റിയുടെ കൺട്രോൾ. അവര് 3 പേരോടൊപ്പം നീ സറണ്ടർ ആവണം. കീക്കോ, സറണ്ടർ ഞാനല്ല, മുഴുവൻ സൺ സിറ്റിയുമാണ് ചെയ്യാൻ പോകുന്നത്. അത് എന്റെ മുൻപേ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഞാൻ എങ്ങനെയാണ് സൺ സിറ്റി ആക്രമിക്കാൻ പോകുന്നതെന്ന്. ഇനി എന്റെ വഴിമുടക്കി ആര് വരുന്നോ അവൻ നേരെ ആശുപത്രിയിലേക്ക് പോകും. എന്റെ അമ്മേ, ഇത്രയും ഡമ്മികൾ എന്തിനാ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്? ഇത്രയധികം ഡമ്മികൾ കണ്ടിട്ട് എന്റെ ടമ്മിയിൽ എന്തോ ഗുളുഗുളു ശബ്ദം കേൾക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഈ ഡമ്മികളിൽ കീക്കോ പ്രാക്ടീസ് ചെയ്യുന്ന കിക്കിനെ 2 വാക്കിൽ പറയണമെങ്കിൽ ക്ലോസ് കിക്ക്. കീക്കോ, നിനക്ക് എല്ലാ തരത്തിലുള്ള കിക്കുകളും അറിയാമല്ലോ. അപ്പൊ പിന്നെ ഈ കിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ട്വിങ്കിൾ, ഇപ്പോൾ ഒരുപാട് ശത്രുക്കൾ ചേർന്ന് ഒരേ സമയം എന്നെ ആക്രമിക്കുകയാണെങ്കിൽ ആ സമയം എനിക്ക് ഇതുപോലൊരു കിക്ക് ഉപയോഗിച്ച് അവരെ വെല്ലുവിളിക്കാനും സാധിക്കും. അതായത് ഞാൻ ഈ ബേബി കോൺ കഴിച്ച് എന്റെ വയറ്റിന്റെ അകത്ത് ചാടിക്കിളക്കുന്ന എലികളെ വെല്ലുവിളിക്കുന്നത് പോലെ അല്ലേ? ഖതർനാക്, ദർദനാക്, ശർംനാക്. ഈ 3 പേരെയും കണ്ടാൽ തന്നെ അറിയാം ഡേഞ്ചറസ് ആണെന്ന്. മമ്മി, എന്തായാലും ഈ ജഡ്ബഡ് ജാസൂസ് ഈ 3 പേരെയും പിടിച്ചത് നന്നായി. അയ്യോ പേര്, ഇവർക്ക് 3 പേർക്ക് എന്താ ഇങ്ങനെ വിചിത്രമായ പേരുകള്? അവർക്ക് ഹിന്ദിക്കാരാടോ. ആ ഖതർനാകില്ലേ, അവന്റെ കയ്യില് ഏറ്റവും അപകടകരമായ ആയുധങ്ങളുള്ള ഒരു ഗോഡൌൺ ഉണ്ട്. അതുകൊണ്ടാണ് അവന്റെ പേര് ഖതർനാഗ് എന്നിട്ടിരിക്കുന്നത്. പിന്നെ ആ ദർദനാകില്ലേ, അവന്റെ അടുത്ത് ഫൈറ്റേഴ്സിന്റെ വലിയൊരു ഗാങ് തന്നെയുണ്ട്. അവർക്ക് ജനങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിൽ അടിച്ചിടാൻ പറ്റും. മമ്മി, അയ്യോ, അപ്പൊ ഈ ശരംനാഗ് ആരാണ് സാറേ? ശരംനാഗിന്റെ കയ്യില് എന്തിനേയും നശിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കാറുകളുണ്ട്. വലിയ വലിയ കാർ കമ്പനികൾ പോലും ഇവന്റെ കാറ് കണ്ട നാണിച്ചു പോവും. അയ്യോ, ഞാൻ നാണിക്കില്ല സാറേ. എന്റെ കാറിന്റെ 7 അയലത്ത് പോലും ഇതൊന്നും എത്തില്ല സാറേ, കേട്ടോ? അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് നിലവിളിച്ചത്തിലാണ് ഞാൻ അവരെ പിന്തുടർന്നത്. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, ഈ 3 പേരെയും വളരെയധികം കഷ്ടപ്പെട്ടാണ് സാറ് പിടിച്ചതെന്ന്. ഇവരെ നമുക്ക് വളരെ സേഫ് ആയിട്ട് വെക്കേണ്ടി വരും. ഡോണ്ട് വറി ജഡ്ബഡ് ജാസൂസ്, നമ്മൾ ഈ 3 പേരെയും സൺസിറ്റിയിലുള്ള ഏറ്റവും സേഫായ ജയിലിൽ എന്നേക്കുമായി തന്നെ തടവിലിട്ടിരിക്കും. അവിടെ നിന്ന് പക്ഷികൾക്ക് പോലും പറന്ന് രക്ഷപ്പെടാനാവില്ല.
നിങ്ങൾ ഹട്ടറിനാക്കണേയും ധർത്തനാക്കണേയും ഷെഫ്നാക്കണേയും ഒരു സേഫായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് മുൻപ് ഞാൻ അവരെ നിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിച്ചിരിക്കും. എലാൻ സിംഗ് ആണ് പറയുന്നത്. എലാൻ ഇനി എന്റെ കയ്യിലായിരിക്കും സൺ സിറ്റിയിലെ പോലീസ്. ഈഷ്, മമ്മി, നമ്മൾ എന്താണ് ഇങ്ങനെ പുറകോട്ട് പോകുന്നത്? ഇനി എലാൻ സിംഗിന്റെ കയ്യിലായിരിക്കും സൺ സിറ്റിയുടെ കൺട്രോൾ. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ ഹൈവേയുടെ അടുത്തുനിന്നാ വരുന്നത്. സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ വേഗം ഹൈവേയുടെ ഭാഗത്തേക്ക് പോ. യെസ് ബ്രോ, ലെറ്റ്സ് ഗോ. നിങ്ങൾ മൂന്നുപേരും ആ വണ്ടി പോയിരിക്കെ. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോക്കൂ മിസ്റ്റർ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. ദയവായി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കീക്കോ, സൺ സിറ്റിയുടെ രക്ഷകൻ. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എലാൻ സിംഗ് ആണ് ഞാൻ. എന്റെ കയ്യിലാണ് ഇന്ന് സൺ സിറ്റിയുടെ കൺട്രോൾ. അവര് 3 പേരോടൊപ്പം നീ സറണ്ടർ ആവണം. കീക്കോ, സറണ്ടർ ഞാനല്ല, മുഴുവൻ സൺ സിറ്റിയുമാണ് ചെയ്യാൻ പോകുന്നത്. അത് എന്റെ മുൻപേ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഞാൻ എങ്ങനെയാണ് സൺ സിറ്റി ആക്രമിക്കാൻ പോകുന്നതെന്ന്. ഇനി എന്റെ വഴിമുടക്കി ആര് വരുന്നോ അവൻ നേരെ ആശുപത്രിയിലേക്ക് പോകും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 817 ഉപയോഗിച്ച് ഇവരുടെ ഫയറിംഗിന് മറുപടി കൊടുക്കാൻ പറ്റുമോ? അതിനെന്താ കീക്കോ, ഫോർമുല 817 ഉപയോഗിച്ച് നമുക്ക് ഇവർക്കുള്ള മറുപടി കല്ലുകൊണ്ട്, റോക്കറ്റ് കൊണ്ട് നൽകാൻ കഴിയും. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. എലാൻ സിംഗ് വളരെ വേഗത കൂടിയ വണ്ടിയാണ് ഓടിക്കുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 666. യെസ് ബ്രോ. കീക്കോ, എലാൻ സിംഗ് അപ്രത്യക്ഷനായിരിക്കുന്നു. ഇനി നമ്മൾ അവനെ എവിടെ അന്വേഷിക്കുക? എലാൻ സിംഗിനെ അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാരണം അവൻ സ്വയം സൺസിറ്റിയിലേക്ക് വരും. സൺസിറ്റിയിലോ? പക്ഷേ എന്തിന്?
എലാൻ സിംഗ്, നീ ഞങ്ങളെ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച് ഞങ്ങൾക്ക് വലിയ സഹായമാണ് ചെയ്തത്. അതെ, പറയൂ, ഇതിനു പകരം ഞങ്ങൾ നിങ്ങൾക്കായി എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടത്? ഒരു മിഷന് വേണ്ടി നിങ്ങൾ 3 പേരും എന്നെ സഹായിക്കണം. ആ മിഷൻ എന്ന് പറയുന്നത് സൺ സിറ്റിയെ പിടിച്ചടക്കലാണ്. സൺ സിറ്റിയെ പിടിച്ചടക്കാനോ? അതിനവിടെ പ്രത്യേകിച്ച് എന്തിരിക്കുന്നു? സൺ സിറ്റിയുടെ ഒരു പ്രത്യേകതരം ലൊക്കേഷനാണ്. സൺ സിറ്റി നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലും നമുക്ക് വിലസാം. അതുകൊണ്ട് നിങ്ങൾ 3 പേരുടെയും സഹായത്തോടെ നമ്മൾ ഒരു ഡേഞ്ചറസ് ഗ്യാങ് ഉണ്ടാക്കി സൺ സിറ്റിയെ ആക്രമിക്കും. പക്ഷേ കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളിടത്തോളം കാലം സൺ സിറ്റിയെ ഉപദ്രവിക്കുക എന്നത് അസാധ്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോരാടിയാൽ കീക്കോയെയും സൂപ്പർ സ്പീഡോയെയും തോൽപ്പിക്കുക എന്നത് അസാധ്യമാണ്. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ വിജയം എളുപ്പമാകും. അതിനുവേണ്ടി നമ്മൾ ഖത്തർനാഗിന്റെ എല്ലാ ഡേഞ്ചറസ് വെപ്പൺസും ശേഖരിച്ചുകൊണ്ട് അതോടൊപ്പം ശരംനാഥിന്റെ എന്തും നശിപ്പിക്കാൻ പോരുന്ന ഈ വണ്ടിയും ഒന്നിച്ചെടുക്കാം. എന്നാൽ ശരി, ഞാൻ എന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാങ്ങിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ആൾക്കാരെ പലതരത്തിൽ അടിച്ചു വേദനിപ്പിച്ച് കൊല്ലുന്നതിൽ എന്റെ ഗ്യാങ് വളരെ ഫേമസ് ആണ്. ആഹാ, ഇതാണ് സ്പിരിറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വണ്ടികളും നിങ്ങളുടെ ആയുധങ്ങളും ഗ്യാങ്ങിനെയും വിളിച്ചു കൊണ്ടുവരൂ. നമ്മൾ സൺ സിറ്റി ആക്രമിച്ച് അതിനെ എന്നേക്കുമായി സ്വന്തമാക്കും. എലാൻ സിംഗ് ആണ് പറയുന്നത്. ഇനി സൺ സിറ്റിയുടെ കൺട്രോൾ എന്നേക്കുമായി ഞാൻ സ്വന്തമാക്കും. കീക്കോ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എലാൻ സിംഗിനെ മാത്രം പിടിച്ചാൽ മതി. ബാക്കി 3 പേരെയും ഡിറ്റക്റ്റീവ് ചട്പട്ട് പിടിച്ചോളും. ഇല്ല മേയർ അങ്കിൾ, ഇപ്രാവശ്യം അതത്ര എളുപ്പമായിരിക്കില്ല. കഴിഞ്ഞ തവണ ഖതർനാക്കിനെയും ധർനാക്കിനെയും ശരംനാക്കിനെയും അദ്ദേഹം പല പല സ്ഥലങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. പക്ഷെ ഇത്തവണ അവർ ഒരുമിച്ചാണ്. എനിക്ക് തോന്നുന്നത് എലാൻ സിംഗ് ഇവരെ ഒരുമിച്ച് കൂട്ടി ഒരു ടീം ഉണ്ടാക്കുകയാണ്. നീ പറഞ്ഞ ശരിയാണ് കീക്കോ. മാത്രമല്ല യൂണിറ്റിയിലുള്ളത് അതിനെ 2 വാക്കിൽ പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അൾട്ടിമേറ്റിനെക്കാളും അൾട്ടിമേറ്റ്, വെരി വെരി അൾട്ടിമേറ്റ്. പക്ഷേ കീക്കോ, അവര് 3 പേരും ഒന്നിക്കുന്നതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കാരണം അവർ 3 പേർക്കും അവരുടേതായ ശക്തികളുണ്ട്. ദേ ഇതുപോലെ. ഖതർനാക്കിന്റെ കയ്യിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പല പല ആയുധങ്ങളുണ്ട്. അതേസമയം ശരംനാക്കിന്റെ കയ്യിൽ അയാളുടെ ഡിസ്ട്രോയർ വണ്ടികളുണ്ട്. ദർദനാഗിന്റെ കയ്യിലുള്ളത് ഒരുപാട് ഫൈറ്റേഴ്സും. ഇവരെല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണ്. വെരി ഡേഞ്ചറസ്. മമ്മി, സൺ സിറ്റിയെ ഇവരെ കയ്യിൽ നിന്ന് രക്ഷിക്കൂ. ഇത്തവണ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ടീം പോലെ ഏലാൻ സിംഗിനെ നേരിടാം. ടെമ്പോണ്ണ അവരുടെ വണ്ടികളുമായി ഏറ്റുമുട്ടാനുള്ള വണ്ടികൾ തയ്യാറാക്കിക്കോ. ചട്പട്ട് അങ്കിൾ, ആ വണ്ടികളിൽ വെപ്പൺസ് അറ്റാച്ച് ചെയ്യാൻ ടെമ്പോ എണ്ണയെ സഹായിക്കൂ. ട്വിങ്കിൾ ആൻഡ് ഡോഡോ, നിങ്ങൾ രണ്ടുപേരും CCTV ക്യാമറയുടെ മുമ്പിലിരുന്ന് അവരുടെ ഓരോ മൂവ്മെന്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കണം. വരൂ സൂപ്പർ സ്പീഡോ, നമുക്കും കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്താനുണ്ട്. യെസ് ബ്രോ, നാളെ എലാൻ സിംഗിന്റെ ടീമിനെ സൺ സിറ്റിയിലെ ടീമായ നമ്മൾ തകർത്തിരിക്കും. ഫോർമുല 126 ഉപയോഗിച്ച് ഞാൻ സൺ സിറ്റിയിൽ മുഴുവനും ലാൻഡ് മൈൻസ് കുഴിച്ചിട്ടിട്ടുണ്ട്. എലാൻ സിംഗിന്റെ വണ്ടികൾ ഈ മാർക്കിൽ എത്തിയാൽ ഉടനെ കുഴിയിലേക്ക് വീഴുന്നതായിരിക്കും. വെരി ഗുഡ് സൂപ്പർ സ്പീഡോ. നൗ ഫോർമുല നമ്പർ 288. ഓക്കെ ബ്രോ. ഹലോ എവ്രിവൺ, ഈ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റും. മാത്രമല്ല ട്വിങ്കിളിന് ഏലാൻ സിംഗിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ച് നമ്മളോട് പറയാനും കഴിയും. ട്വിങ്കിൾ, ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കീക്കോ, നിന്റെ ശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണെന്ന് 2 വാക്കിൽ പറഞ്ഞാൽ ലൗഡ് ആൻഡ് ക്ലിയർ. എനിക്ക് തോന്നുന്നത് അവരിന്നൊരിക്കലും വരാൻ പോകുന്നില്ലെന്നാണ്. വരൂ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്കുറക്കം വരുന്നു. അയ്യോ, ഉറക്കമല്ല സാറേ, നിങ്ങൾക്ക് പേടിയാണ്. ദേ മുമ്പോട്ട് നോക്ക്, അവര് എത്തി സാറേ.
എന്ത് വലിയ സൈന്യാണ് വന്നിരിക്കുന്നത്. കീക്കോ, അവരുടെ ടീമിന് മുൻപിൽ നമ്മുടെ ടീം ചെറുതായി പോകുമോ? ടീം ചെറുതാണ്, പക്ഷെ ധൈര്യം അവരെക്കാളും വളരെ വലുതാ. നമ്മൾ ന്യായത്തിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് വിജയം നമ്മുടേതായിരിക്കും. ഏലാൻ സിംഗ്, ഞാൻ നിന്നോട് അവസാനമായി റിക്വസ്റ്റ് ചെയ്യാണ്, സൺസിറ്റിയെ അറ്റാക്ക് ചെയ്യാനുള്ള നിന്റെ നീക്കം ഉപേക്ഷിക്കൂ. കേക്കോ, നിന്റെ അവസാനത്തെ റിക്വസ്റ്റിനുള്ള മറുപടി ഞാൻ അവസാനത്തെ വാണിങ്ങിലൂടെ തരാൻ പോവുകയാണ്. പറ്റുന്നത്ര വേഗത്തിൽ നീ നിന്റെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് സൺസിറ്റി വിട്ട് എന്നേക്കുമായി ഓടിപ്പോ. നിങ്ങൾ എല്ലാവരും സൺസിറ്റി വിട്ടു പോകുവാനായി നിങ്ങൾക്കിതാ ഞാൻ ഇത്ര സമയം നൽകുന്നു. അഞ്ചോ? എന്തഞ്ച്? 5 ആഴ്ചയോ അതോ 5 ദിവസോ? അല്ല, 5 സെക്കൻഡ്. അതാണെങ്കിൽ ഇപ്പൊ തന്നെ തീരുകയും ചെയ്തു. Attack! കീക്കോ, സൺസിറ്റിയുടെ അകത്ത് ഒരുപാട് വണ്ടികൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദുരന്തം. ഓക്കെ ട്വിങ്കിൾ, ഞാൻ നോക്കാം. സൂപ്പർ സ്പീഡോ, വേഗം സൺസിറ്റിക്ക് അകത്തേക്ക് പോയിക്കോ. സൂപ്പർ സ്പീഡോ, എനിക്ക് തോന്നുന്നു ഫോർമുല നമ്പർ 126 അപ്ലൈ ചെയ്യാനുള്ള സമയമായി ഇന്ന്. നീ പറഞ്ഞത് ശരിയാണ് കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 126. ടെമ്പോ അണ്ണ, ഗോൾ പോസ്റ്റ് തുറന്നിട്ടുണ്ട്. ഇനി വേഗം ഗോൾ അടിക്കാൻ തുടങ്ങിക്കോ. അയ്യോ കേക്കോ, ഇനി നോക്കിക്കോ ഞാൻ എങ്ങനത്തെ ഗോളാ അടിക്കാൻ പോകുന്നത്. ഏലാൻ സിംഗിന്റെ മുൻപിൽ നിന്റെയൊക്കെ സാമർത്ഥ്യം കാണിക്കുന്നു. ഇപ്പൊ കാണിച്ചു തരാം. ടെമ്പോ അണ്ണ, നിങ്ങളുടെ നേരെ ഒരു മിസൈൽ വരുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി നടത്തി ചാടൂ. കീക്കോ, നിന്റെ പുറകിലുള്ള റോട്ടിലെ 3 പേരും ചേർന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. താങ്ക് യു ട്വിങ്കിൾ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 37. ആക്ടിവേറ്റിംഗ് ഫോർമുല 37. ഇനി എനിക്ക് എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്നാണ് തോന്നുന്നത്.
എലാൻ സിംഗ് ആണ് പറയുന്നത്. ഇനി എന്റെ കയ്യിലാണ് സൺ സിറ്റിയുടെ കമാൻഡ്. ഒരു കാര്യം ചെയ്യാം കീക്കോ, ഇവമാരുമായി യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഭേദമാണ് നമ്മൾ രണ്ടുപേരും സിംഹങ്ങളെ പോലെ മത്സരിക്കുന്നത്. ജയിക്കുന്നത് ആരാണോ അവന്റേതായിരിക്കും സൺ സിറ്റി. പറയൂ, എലാൻ സിംഗിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? കീക്കോ, അവൻ പറയുന്നൊന്നും കേക്കണ്ട. മാത്രമല്ല, നമ്മൾ അവന്റെ മുഴുവൻ ടീമിനെയും തോൽപ്പിച്ചു കഴിഞ്ഞു. ഡോണ്ട് വറി ട്വിങ്കിൾ, റൈറ്റ് റോങ്ങിന് മുൻപിൽ ഒരിക്കലും തോൽക്കില്ല. ഞാൻ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. അവനെ തോൽപ്പിക്കുകയും ചെയ്യും. എലാൻ സിംഗ് ആണ് പറയുന്നത്. എലാൻ, എന്റെ കയ്യിലായിരിക്കും ഇനി സൺ സിറ്റിയുടെ കമാൻഡ്. രസഗുലയും ജിലേബിയും ഉണ്ടാക്കുന്ന പഞ്ചാര വെള്ളത്തിൽ വീണ് സമൂസ നനഞ്ഞുപോയി. എന്തുവെച്ചാ? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ യു ആർ അണ്ടർ അറസ്റ്റ്. മനസ്സിലായോ? കീക്കു, എനിക്ക് തോന്നുന്നത് ഏതോ റേഡാർ വന്ന് എന്റെ ടോട്ടൽ സിസ്റ്റത്തിനെയും ഡാമേജ് ആക്കിയിരിക്കുക. ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. എഞ്ചിനും സിസ്റ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓവർ. വെരി ഗുഡ് ക്യാപ്റ്റൻ. ഇപ്പോൾ നിങ്ങൾ ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്തിട്ട് മേഘത്തിന്റെ മുകളിൽ കൂടി പറക്കൂ. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ നോക്കി പറക്കൂ. ഇന്ന് രാത്രിക്കകം കാർഗോയിൽ ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ആഫ്രിക്കയിൽ കൊണ്ടെത്തിക്കണം. ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്നെ അറിയിക്കൂ. ഓവർ ആൻഡ് ഔട്ട്. എന്തായി സംഭവിക്കുന്നത്? എല്ലാ അലാറംസിൽ നിന്നും ഈ ബീപ് സൗണ്ട് എങ്ങനെയാ വരുന്നത്? സിസ്റ്റം എങ്ങനെയാണ് ജാം ആയത്? പ്ലെയിൻ ഇപ്പോ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ATCയെ കോൺടാക്ട് ചെയ്യ് വേഗം. ഹലോ ATC. ഹലോ, ദിസ് ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദി കാർഗോ പ്ലെയിൻ FGT 352. ഹലോ ഹലോ FGT 352. പറയൂ, എനിക്ക് നിങ്ങളുടെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹലോ. FGTയുമായിട്ടുള്ള നമ്മുടെ കോൺടാക്ട് ഡിസ്കണക്ട് ആയി. ഇവിടെയാണെങ്കിൽ എല്ലാ മെഷീൻസും ഇൻസ്ട്രുമെന്റ്സും കേട് വന്നോണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്ലെയിനിന്റെ ടോട്ടൽ സിസ്റ്റവും ആരോ ജാം ചെയ്തെന്നാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്തെന്നറിയോ? ഞങ്ങളുടെ പ്ലെയിനിന്റെ സിസ്റ്റം ജാമാക്കിയതും എന്നിട്ട് ഞങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഈ സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്യിപ്പിച്ചതും ക്രൈമാണ്. അറിയാലോ നിങ്ങൾക്ക്. ഇനിയെങ്കിലും ഞങ്ങൾ പോകാൻ അനുവദിക്കേ. വഴിന്ന് മാറാനാ പറഞ്ഞത്.
ശത്രു ആരായാലും ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. ഞങ്ങൾ ഉണ്ടാക്കിയ ഫ്ലോട്ടിംഗ് ഐലൻഡിൽ വന്നിട്ട് ഞങ്ങളോട് തന്നെ ഓർഡർ ചെയ്യുന്നു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് മറ്റുള്ളവരുടെ കൂടെ കൊണ്ട് ഇട്ടേക്ക്. പിന്നെ പ്ലെയിനിന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ഗോഡൌണിൽ കൊണ്ടുപോയി വെച്ചേക്ക്. ഇതിങ്ങനെ തന്നെ സംഭവിച്ചാൽ നമ്മൾ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയിരിക്കും. അതെ, തീർച്ചയാണ്, ഉറപ്പാണ്. നമ്മൾ ഉണ്ടാക്കിയ ആ റഡാർ കാരണം നമ്മൾ ഓരോ കാർഗോ പ്ലെയിനിന്റെ സിസ്റ്റത്തെയും ജാമാക്കി അതിന് ഫ്ലോട്ടിംഗ് ഐലൻഡിൽ കൊണ്ടുവന്ന് ഇതുപോലെ എല്ലാം കൊള്ളയടിക്കാം. അതുകൊണ്ട് നമ്മൾ പണക്കാരാവുന്നത് ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. ശത്രു എത്ര വലിയവനായാലും ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. കീക്കോയുടെ പ്രാക്ടീസിനെ കുറിച്ച് രണ്ട് വാക്കിൽ പറയണമെങ്കിൽ മൈൻഡ് ബ്ലോയിങ്. സാധാരണ മൈൻഡ് ബ്ലോയിങ് അല്ല, ഇത് സൂപ്പർ മൈൻഡ് ബ്ലോയിങ്. വെരി വെരി മൈൻഡ് ബ്ലോയിങ്. ഏതായാലും ഞാനൊരല്പം കപ്പ് കേക്ക് കഴിച്ചോട്ടെ. എന്താ ട്വിങ്കിൾ, എന്തു പറ്റി? നീ ഇന്ന് ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നല്ലോ. കീക്കോ, ഇന്ന് രാവിലെ ഞാൻ മേയറങ്കിളും ടെമ്പോ അണ്ണായും എയർപോർട്ടിലേക്ക് പോകുന്നത് കണ്ടു. ഒരുപക്ഷെ ടെമ്പോ അണ്ണയും മേയറും നമ്മളെ ഇട്ടേച്ച് ഫോറിൻ ട്രിപ്പ് വല്ലതും പോയതാണോ? കണ്ടിട്ട് എനിക്ക് അങ്ങനെയും തോന്നില്ല. കാരണം ആ സമയം അവരുടെ കയ്യിൽ ഒരു ലഗേജ് പോലും ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും എന്തെങ്കിലും ജോലിക്കാര്യമായി പോയതായിരിക്കും. കലക്കി സർ, നിങ്ങൾ കാരണം ഞാനൊരു സൂപ്പർ സമ്മർ സോൾട്ട് അടിച്ചു. ഞാനത് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സർ. ഓരോ കാര്യവും നമ്മൾ കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ വേണം ചെയ്തു തീർക്കാൻ. അതുകൊണ്ട് കബഡി ആയാലും ഫുട്ബോൾ ആയാലും നമുക്ക് വിജയിക്കാം. സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം മേയർ കീക്കോയെ ഉടൻ തന്നെ എയർപോർട്ടിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക. എയർപോർട്ട് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണല്ലോ. വേറെ വഴിയില്ല, ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം എയർപോർട്ടിലേക്ക് ചെല്ല്. യെസ് ബ്രോ, ലെറ്റ്സ് ഗോ. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞങ്ങളുടെ 4 കാർഗോ പ്ലെയിൻ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. സൂപ്പർ സ്പീഡോയ്ക്ക് ഞാൻ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ സൺസിറ്റി എയർപോർട്ടിൽ നിന്നും എത്ര ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു അങ്കിൾ. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 40 അപ്ലൈ ചെയ്യേ. വൈ നോട്ട് ബ്രോ, ഓക്കെ ചെയ്തേക്കാം. ഇതുവരെ എത്ര പ്ലെയിൻസ് കാണാതെ പോയോ അതെല്ലാം കാർഗോ പ്ലെയിൻസ് ആണ്. അതിലും പ്രത്യേകിച്ച് കാണാതെ പോയ പ്ലെയിൻസ് എന്താന്ന് വെച്ചാൽ വിലപിടിപ്പുള്ള സാധനങ്ങളുള്ള പ്ലെയിൻ ആണ്. കിക്കോ, നമ്മുടേത് മാത്രമല്ല, പക്ഷേ ഒരുപാട് മറ്റുള്ള സിറ്റീസിന്റെ കാർഗോ പ്ലെയിനും ആകാശത്ത് പറക്കുമ്പോ ഇതുപോലെ കാണാതെ പോയിട്ടുണ്ട്. അയ്യോ, നിങ്ങളിപ്പോ പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെ കാണാതെ പോയ എല്ലാ പ്ലെയിൻസിലും വളരെ വളരെ കോസ്റ്റ്ലി ആയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കീക്കോ, എന്റെ റേഡാർ പറയുന്നത് ഒരല്പ ദൂരത്തിൽ ലാൻഡ് ഉണ്ടെന്നാണ്. പക്ഷെ സൂപ്പർ സ്പീഡോ, ആകാശത്തിൽ പറക്കുമ്പോ അങ്ങനെ ആർക്കെങ്കിലും അത് ഹൈജാക്ക് ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മളിപ്പോ കണ്ടുപിടിക്കേണ്ടത്. എത്ര പ്രാവശ്യം കാക്ക പാലിൽ കുളിച്ചാലും വെള്ള നിറമായി മാറില്ല. കാക്കയ്ക്ക് കുക്കാകാൻ പറ്റില്ല. സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അടുത്ത കാർഗോ പ്ലെയിനിൽ വളരെ കോസ്റ്റ്ലി ആയ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാൻ പോവുക. അപ്പൊ അതിന്റെ ഒപ്പം നമ്മളും ചേർന്ന് ട്രാവൽ ചെയ്താലോ? കലക്കി, ഇപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഒരുമിച്ച് ചേർന്ന് പറക്കാം. നല്ല രസമായിരിക്കും. നീ എന്ത് പറയുന്ന കീക്കോ? ഓക്കെ, പക്ഷെ ഞാനും സൂപ്പർ സ്പീഡോയും കാർഗോ പ്ലെയിനിന് മുമ്പിൽ പറന്നോണ്ടിരിക്കും. നിങ്ങൾ എല്ലാവരും പ്ലെയിനകത്ത് തന്നെ ഇരിക്കുക. വാവ് കീക്കോ, ഇത് ശരിക്കും ഒരു അതിമനോഹരമായ കാഴ്ചയാണ്. കുറച്ച് പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്തേ പറ്റൂ. അതെ അതെ, തീർച്ചയായും. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ പുറകെ വരുന്ന കാർഗോ പ്ലെയിനെ വാച്ച് ചെയ്തോണ്ടിരിക്കണം. കീക്കോ, ഇപ്പോൾ ഈ ആകാശത്ത് ആരെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് അവരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും.
ചേട്ടാ പ്ലെയിനിന്റെ എല്ലാ സിസ്റ്റവും ജാം ആയി പോയി. ഇതോടെ നമ്മുടെ കഥ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഓ ഗോഡ്, ഇതുവരെ ഞാൻ ഒരുപാട് കള്ളക്കഥകൾ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കൂ. മമ്മി രക്ഷിക്കണേ. സൂപ്പർ സ്പീഡോ, നമ്മുടെ പ്ലെയിൻ കാണാതായി. വേഗം യൂ ടേൺ ചെയ്യേ. കീക്കോ, ആ പ്ലെയിൻ പെട്ടെന്ന് എങ്ങോട്ടേക്കാണ് പോയത്? സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 373. ഓക്കെ ബ്രോ, ഞാൻ ഇപ്പോൾ തന്നെ ഫോർമുല 373 അപ്ലൈ ചെയ്യാം. അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ റേഡാറിൽ സ്കാൻ ചെയ്ത് നോക്കട്ടെ. കീക്കോ, എന്റെ റേഡാർ പറയുന്നത് ഒരല്പ ദൂരത്തിൽ ലാൻഡ് ഉണ്ടെന്നാണ്. ലാൻഡോ? അതും ആകാശത്തോ? ശരി വാ, നമുക്ക് ആദ്യം ചെന്ന് നോക്കാം. വലിയ ശത്രുക്കളെ പോലും ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട്. കസുക ബസുക്കയുടെ ഫ്ലോറ്റിംഗ് ഐലൻഡിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അഭ്യാസം ഞങ്ങളോട് കാണിച്ചാൽ അതോടെ നിങ്ങളുടെ കഥ അവസാനിച്ചെന്ന് കരുതിക്കോ. പിന്നെ കസുക ബസുക, നിങ്ങൾക്ക് പ്ലെയിൻ അല്ലേ വേണ്ടത്? അത് വെച്ചോളൂ. പക്ഷേ ഞങ്ങളെ ദയവ് ചെയ്ത് പോകാൻ അനുവദിക്കൂ. കാരണം ഞാൻ എനിക്ക് മാറാൻ ഒരു തുണി പോലും കൊണ്ടുവന്നിട്ടില്ല. ജനങ്ങൾ ആരും ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാറുമില്ല. വന്നവരാരും ഇവിടുന്ന് പോയിട്ടുമില്ല. നിങ്ങൾ രണ്ടുപേരും വളരെ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെന്നാ തോന്നുന്നത്. കീക്കോയും സൂപ്പർ സ്പീഡോയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവർ ഏത് സമയത്ത് ഇങ്ങോട്ടെത്തും. അങ്ങനെ കീക്കോയും സൂപ്പർ സ്പീഡോയും ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയാമോ? അത് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഇവരെല്ലാരും കൂട്ടിക്കൊണ്ടുപോ, അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്. ബസുക്ക, ഞാൻ കീക്കോ പിന്നെ സൂപ്പർ സ്പീഡിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവന്മാർ ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമുക്കാണ് അപകടമെന്നാ തോന്നുന്നത്. നീ പറഞ്ഞു ശരിയാ. ഒരു കാര്യം ചെയ്യാ, ഐലൻഡ് മുഴുവൻ ചെക്ക് ചെയ്യേ. ആരെവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്ത് എന്റെ മുൻപിലേക്ക് കൊണ്ടുവരൂ. പക്ഷേ ബസൂക്ക ബോസ്, കീക്കോ ഒരു സൂപ്പർ ഫൈറ്റർ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ സൂപ്പർ സ്പീഡോയുടെ കൈവശം ഭയങ്കര പവറുമുണ്ട്. ഡോണ്ട് വറി, അത് നിന്നെ അറ്റാക്ക് ചെയ്താൽ അടുത്ത നിമിഷം തന്നെ നീ എന്നെ വോക്കി ടോക്കിയിൽ കോൺടാക്ട് ചെയ്യേ. ഞാൻ ഉടൻ തന്നെ റേഡാർ ഓൺ ചെയ്തേക്കാം. അത് ഓൺ ചെയ്ത അടുത്ത നിമിഷം തന്നെ ചെറുതും വലുതുമായ എല്ലാ മിഷനും ജയമാകും. പിന്നീട് നോക്കാം ആ കൊച്ചു ചെക്കൻ സൂപ്പർ സ്പീഡോ ഇല്ലാതെ എന്ത് ചെയ്യുന്നെന്ന്. തോൽപ്പിക്കും. കീക്കോ, അത് കണ്ടോ? ഒരുപാട് പ്ലെയിൻസിനെ സ്ക്രാബ് പോലെ ഇട്ട് വെച്ചത് കണ്ടോ? എന്നുവെച്ചാ ആരോ ഈ കാർഗോ പ്ലെയിൻസിനെ ഈ ഫ്ലോട്ടിംഗ് ഐലൻഡിൽ ലാൻഡ് ചെയ്തിട്ട് അതിലുള്ള കാർഗോസ് ഒക്കെ അടിച്ചു മാറ്റി. എന്നിട്ട് ആ പ്ലെയിനെ അവിടെ ഇവിടെയായിട്ട് തകർത്ത് സ്ക്രാബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോ നമ്മുടെ ഫ്രണ്ട്സ് ട്രാവൽ ചെയ്ത ആ പ്ലെയിൻ അതും ഈ ഐലൻഡിൽ തന്നെ ഉണ്ടാവും. കറക്റ്റ് സൂപ്പർ സ്പീഡോ, വാ നമുക്ക് ചെന്ന് അവരെ കണ്ടെത്താം. സൂപ്പർ സ്പീഡോ, ഇപ്പൊ നമ്മൾ ഫോർമുല നമ്പർ 91 അപ്ലൈ ചെയ്ത് അവർക്ക് തിരിച്ചടി കൊടുത്തേക്കാം. യെസ് ബ്രോ, ഫോർമുല 91 ആക്ടിവേറ്റ് ചെയ്തിട്ട് അവർ പീസായി ചിതറുന്ന രീതിയിൽ ഞാൻ അറ്റാക്ക് ചെയ്യും. ബോസ്, സൂപ്പർ സ്പീഡ് ഞങ്ങൾ ഇടിച്ച് ചമ്മന്തിയാക്കി. സർ പ്ലീസ് ആ റേഡാർ ഒന്ന് ഓൺ ചെയ്യൂ. ഓക്കെ, ഞാനത് ചെയ്തു കഴിഞ്ഞു. ഇനി നിനക്ക് സൂപ്പർ സ്പീഡോ കാരണം ഒരു അപകടവും ഉണ്ടാവില്ല. കീക്കോ, എനിക്ക് തോന്നുന്നത് ഏതോ റേഡാർ വന്ന് എന്റെ ടോട്ടൽ സിസ്റ്റത്തിനെയും ഡാമേജ് ആക്കിയിരിക്കുക.
കിക്കു, ഇവരുടെ ഈ അറ്റാക്ക് കാരണം ഞാൻ ചിന്ന ഭിന്നമായി പോവും. സൂപ്പർ സ്പീഡോ ഫോമുല നമ്പർ 89. എനിക്കിപ്പോ ഒന്നും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല കിക്കോ. എന്റെ ടോട്ടൽ സിസ്റ്റവും ജാം ആയിരിക്കാണ്. സൂപ്പർ സ്പീഡോ ഇപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. നീ R7-നകത്തേക്ക് തിരിച്ചു പോയേക്ക്. വേഗം, അതിവേഗം R7-ന്റെ അകത്തേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഇവരെ ബോസിനെയും നമ്മുടെ കൂട്ടുകാരെയും കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇവരുടെ ഒപ്പം പോയേ പറ്റൂ. വലിയ ശത്രുക്കളായാലും ഞങ്ങൾ തോൽപ്പിക്കും. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ഇപ്പൊ നേരിട്ട് കണ്ടിരിക്കുകയാണ്. ദേ നോക്കൂ മിസ്റ്റർ, നിങ്ങൾ ഇതുവരെ ഒരുപാട് പ്ലെയിൻസിനെ ഹൈജാക്ക് ചെയ്ത് കൊള്ളയടിച്ചിട്ടുണ്ട്. അത് വലിയ തെറ്റാണ്. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇല്ല കീക്കോ, ഞങ്ങൾ അത് തന്നെ ചെയ്യും. ഇപ്പൊ നിനക്ക് നല്ലത് എന്താണെന്നറിയാമോ? മര്യാദയ്ക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്ക്. ഒന്ന് ആലോചിച്ചോക്ക്, നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാൽ ലോകമെമ്പാടുമുള്ള പ്ലെയിൻസ് ഒക്കെ കൊള്ളയടിച്ച് എന്തുമാത്രം കാശുണ്ടാക്കാന്ന് ആലോചിച്ചോക്ക്. അല്ല, അങ്ങനെ കൊള്ളയടിച്ച് സമ്പാദിക്കുന്നത് വളരെ വലിയ തെറ്റാ. ഞാൻ ഒരിക്കലും റോങ്ങായ കാര്യങ്ങൾ ചെയ്യില്ല. തെറ്റ് ചെയ്യുന്നവരെ വിട്ടുവെക്കാറുമില്ല. ഓ കാലക്ക് കീക്കോ, സൂപ്പർ ഡയലോഗാ നീ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ, സൂപ്പർ സ്പീഡോ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് നിന്നെ കൊണ്ട് ഡയലോഗ് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഞങ്ങളുടെ ഈ ജാമിംഗ് റാഡാർ ആക്ടിവേറ്റ് ആയിട്ടുള്ളപ്പോ അതുവരെ നിന്റെ ആ സൂപ്പർ സ്പീഡോ അവന് നിന്നെ ഒരിക്കലും സഹായിക്കാനാവില്ല. പിന്നെ സൂപ്പർ സ്പീഡോ ഇല്ലാതെ നീയും ടോട്ടൽ വേസ്റ്റ് ആണ്. കൊണ്ടുപോയിക്കോ, ഇവനെ അറസ്റ്റ് ചെയ്താ ജയിലിൽ കൊണ്ടിട്ട്. വലിയ ശത്രുക്കളെ പോലും ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇവന്മാര് നമ്മളെ പോലെ കീക്കോയെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ഇവന്മാരെ കീക്കോ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമുണ്ടല്ലോ, അതൊരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ മണ്ടത്തരം. താങ്ക് യു അങ്കിൾ. താങ്ക് യു. അതെന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? എന്നെ എന്റെ കൂട്ടുകാരുടെ അടുത്ത് എത്തിച്ചതിന്. ഏ? ഏ? കീക്കോ, നീ ഞങ്ങളെ എല്ലാരെയും ഇവിടുന്ന് റിലീസ് ചെയ്തു. പക്ഷെ നമ്മളെല്ലാരും അങ്ങനെ ഫ്ലോട്ടിംഗ് ഐലാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകും. കസൂക്ക ബസൂക്കയുടെ ജാമിംഗ് റേഡാർ ഇല്ലേ, അതൊരു പ്ലെയിനെയും ടേക്ക് ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല. സൂപ്പർ സ്പീഡോയും പറക്കാൻ അനുവദിക്കില്ല. ആ ജാമിംഗ് റേഡറിന്റെ പ്രശ്നം തീർക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ. ജാമിംഗ് റേഡർ ആ കേബിളിലൂടെ പോകുന്ന ഇലക്ട്രിസിറ്റിയിലൂടെ വർക്കാവുന്നേ. നമ്മളിപ്പോ ഇലക്ട്രിക് സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ജാമിംഗ് റേഡർ ഇൻആക്റ്റീവ് ആയി പോകും. അയ്യോ, അതൊക്കെ എന്തിനാ കീക്കോ? ആ ഇപ്പൊ നോക്കിക്കോ. ചേടാ, പെട്ടെന്ന് ജാമിംഗ് റേഡർ എങ്ങനെയാ ബ്ലോക്ക് ആയി പോയത്? കാരണം ഞങ്ങൾ അതിന്റെ പവർ സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ എനിക്ക് സൂപ്പർ സ്പീഡോയെ വിളിക്കാനും പറ്റും. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ ക്വിക്ക്, ഫോമുല നമ്പർ 817. യെസ് കീക്കോ, നമ്മളും 817 ആക്ടിവേറ്റ് ചെയ്തിട്ട് ജാമിംഗ് റേഡാറിന് ചിന്ന ഭിന്നമാക്കിയേക്കാം. കീക്കോ,
നീ ഞങ്ങളുടെ ജാമിംഗ് റാഡാറിനെ തകർത്ത് വളരെ വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ശിക്ഷ കിട്ടും. അതും സോളിഡായ ശിക്ഷയായിരിക്കും. ഒന്ന് തിരിഞ്ഞു നോക്ക്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 27 ആക്ടിവേറ്റ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യേ. അപ്പോഴേക്കും ഞാൻ ആ 2 തടിയന്മാരെ ഒരു വഴിയാക്കാം. ഓക്കെ കീക്കോ. സൂപ്പർ സ്പീഡോ, നീ ആ വെഹിക്കിളിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ഫോർമുല നമ്പർ 295 ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ് ബ്രോ, അതൊക്കെ എനിക്ക് വളരെ ഈസിയായ കാര്യമാണ്. ഈ കളി ഇതോടുകൂടി നിർത്തിക്കോ. ഞങ്ങളുടെ ഒറിജിനൽ പവർ എന്താന്ന് നിനക്ക് കാണിച്ചു തരാം. സൂപ്പർ സ്പീഡോ, ക്വിക്ക്, ഫോർമുല നമ്പർ 817. ഓക്കെ ഡ്യൂഡ്. കാണാൻ ചുമ്മാ റെസ്ലെസ് പോലുള്ള നിങ്ങൾ ഇതുവരെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ബോത്ത് ആർ അണ്ടർ അറസ്റ്റ്.